നമസ്തേ. CBSE 6ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകമായിട്ടുള്ള ദീപകം പാഠപുസ്തകത്തിലെ വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 6 എന്നുള്ള പ്ലേലിസ്റ്റിൽ 1 മുതൽ 15 വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഈ വീഡിയോയിലൂടെ ടേം 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഗ്രാമർ ക്വിക്ക് റിവിഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാം. ഈ വീഡിയോയിലൂടെ ടേം 2 ഗ്രാമർ പാർട്ട് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രം ദൃഷ്ട്വാ അങ്കാനാം നാമാനി ലിഖത. ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഓരോ ബോഡി പാർട്സ്, അതിൻ്റെ സംസ്കൃതം പേരുകൾ എഴുതാനായിട്ട് ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ കർണഹ, ചെവി. രണ്ടാമത്തെ നേത്രം. മൂന്നാമത്തെ അങ്കുലി അല്ലെങ്കിൽ അങ്കുലയഹ. ഇപ്പോൾ ഒരു വിരലാണെങ്കിൽ അങ്കുലി, അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ അങ്കുലയഹ. അടുത്തത് ശിരഹ, നാസിക. അടുത്തത് ഹസ്തൗ അല്ലെങ്കിൽ ഹസ്തഹ, ഒരു കൈയാണെങ്കിൽ ഹസ്തഹ, രണ്ട് കൈയുള്ള കാരണം ഹസ്തൗ. ലാസ്റ്റ് വൺ ദന്താഹ, പല്ലുകളാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് പാർട്സ് ഇവിടെ എടുത്തു എന്ന് മാത്രം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ 155ാമത്തെ പേജ്, അതായത് 14th ചാപ്റ്റർ ആയിട്ടുള്ള മാധവസ്യ പ്രിയം അംഗം എന്നുള്ള പാഠഭാഗത്തിലാണ് നമുക്ക് ഈ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ളത്. ഈ ലെസൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബോഡി പാർട്ട് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രതീക്ഷിക്കാം, എങ്ങനെ വരാം എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ പേജ് നമ്പർ 155 ഓരോ ബോഡി പാർട്ടും അതിൻ്റെ സംസ്കൃത നാമങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ലകാര പരിവർത്തനം കുരുത. ലകാരഹ, ലട്ട് എന്നുള്ള ലകാരത്തിൽ നിന്ന് ലോട്ടിലേക്കും, ലോട്ട് എന്നുള്ള ലകാരത്തിലേക്ക് ലട്ടിലേക്കും ഇങ്ങനെ മാറ്റാനായിട്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അതിന് മുമ്പാകെ ലട്ട് ലകാരത്തിൻ്റെ ടേബിൾ നമുക്ക് പഠിക്കണം, അതുപോലെ ലോട്ട് ലകാരത്തിൻ്റെ ടേബിളും പഠിക്കണം. ലട്ട് ലകാരം എന്നുള്ളത് പേജ് നമ്പർ 97, 98, 99 എന്നുള്ള ഭാഗത്താണ് കാണാൻ സാധിക്കുക. അതായത് 8th ചാപ്റ്റർ ആയിട്ടുള്ള ബുദ്ധി സർവാർത്ഥ സാധിക. ഈ ചാപ്റ്ററിലെ കഥയും അതേപോലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസായിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൽ സ്പെഷ്യലി പേജ് നമ്പർ 99 ലട്ട് ലകാരത്തിന് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഠതി, പഠതഃ, പഠന്തി, പഠസി, പഠതഃ, പഠഥ, പഠാമി, പഠാവഹ, പഠാമഹ. ഇത് എളുപ്പം മനസ്സിലാക്കാനായിട്ട്, ഓർത്ത് വയ്ക്കാനായിട്ട് തീ തഹാന്തി, സി തഹാത, മീ വഹാമഹ അങ്ങനൊരു കോഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ എന്നുള്ളത് ഇപ്പുറത്ത്, പഠ എന്നുള്ളത് പഠതി, ലിഖാണെങ്കിലും ലിഖതി, അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി, കഥയതി, കഥയതഃ, കഥയന്തി, തിഷ്ഠതി, തിഷ്ഠതഃ, തിഷ്ഠന്തി, കരോമി, കുർവഹ, കുർമഹ, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തിഷ്ഠന്തി എന്നുള്ള വേർഡ് തന്നിട്ട് അത് ഏത് പുരുഷനാണ്, പ്രഥമ പുരുഷ, ഏത് വചനാണ്, ഏകവചനം അല്ലെങ്കിൽ ബഹുവചനാണോ ദ്വിവചനാണോ എന്നുള്ളതൊക്കെ ചോദിക്കാനായിട്ട് വരും. അപ്പോൾ അതും പഠിക്കുക. ഗച്ഛതി എന്ന് പറയുന്നത് പ്രഥമ പുരുഷ ഏകവചനം. അതേപോലെ അതിന് തൊട്ട് മുകളിലുള്ള ക്രിയാപദം ലിഖത എന്നുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കിം ചന്ദ്രഃ സരോവരെ ഡാഷ് തിഷ്ഠതി, സർവേ ശശകാഃ ഉപായം ചിന്തയന്തി, സായങ്കാലേ ശശകാനം സഭാ ഭവതി, ശശകാഃ സരോവരസ്യ തീരെ നിവസന്തി, സഹ ഗജരാജം കഥയതി. ഇത് ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉള്ള പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, എങ്കിലും നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്തത് ലോട്ട് ലകാരാണ്. ഇപ്പോൾ ലട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്, വർത്തമാനകാലം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ലട്ട് ലകാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. ലോട്ട് ലകാരോ റിക്വസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാനോ ഓർഡർ ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ കൂടുതൽ ലോട്ട് ലകാരം ഉപയോഗിക്കുക. അപ്പോൾ എഴുന്നേൽക്കൂ, ഇരിക്കൂ, പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ലോട്ട് ലകാരാണ് സംസ്കൃതത്തിൽ ഉപയോഗിക്കുക. അത് ത്വം ആപണം ഗച്ഛ എന്നുള്ള പാഠഭാഗത്തിലെ പേജ് നമ്പർ 112 അതിൽ നമുക്ക് ലോട്ട് ലകാരത്തിൻ്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഠതു, പഠതാം, പഠന്തു, പഠ, പഠതം, പഠത, പഠാനി, പഠാവ, പഠാമ. അതിൻ്റെ തുടർച്ച തന്നെയായിട്ടുള്ള ലിഖതു, ലിഖതാം, ലിഖന്തു, ലിഖ, ലിഖതം, ലിഖത, ലിഖാനി, ലിഖാവ, ലിഖാമ, ക്രീഡതു, ക്രീഡതാം, ക്രീഡന്തു, ക്രീഡ, ക്രീഡതം, ക്രീഡത, ക്രീഡാനി, ക്രീഡാവ, ക്രീഡാമ എന്നിങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 114 പേജ് നമ്പറിലുള്ള പഠതി എന്നുള്ളത് ലട്ട്, പഠതു എന്നുള്ളത് ലോട്ട്, ക്രീഡാമി എന്ന് പറയുന്നത് ലട്ട്, ക്രീഡാനി എന്ന് പറയുന്നത് ലോട്ട്, ഹസതി, ഹസതു, നൃത്യതി, നൃത്യതു, ഖാദതി, ഖാദതു, ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബഹുവചനസ്യ രൂപാണി ലിഖന്തു, ബഹുവചനത്തിൽ എഴുതാനാണ്. ഉത്തിഷ്ഠതു, ഉത്തിഷ്ഠന്തു, ഉപവിശതു, ഉപവിശന്തു എന്നിങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ ലട്ട് ലകാരത്തിൻ്റെയും ലോട്ട് ലകാരത്തിൻ്റെയും ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എളുപ്പം കൺവേർട്ട് ചെയ്യാനായിട്ട് P1
എപ്പോഴും P1 ആയിട്ട് മാച്ച് ചെയ്യും. P2 എന്ന് പറയുന്നത് P2 ആയിട്ട് മാച്ച് ചെയ്യും. P3 എന്ന് പറയുന്നത് P3 ആയിട്ട് മാച്ച് ചെയ്യും. അതേപോലെ M1 M1, M2 M2, M3 M3, U1 U1, U2 U2, U3 U3. ഇതെപ്പോഴും ഈ ഒരു കോഡ് മനസ്സിലാക്കി വെക്കുക, എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ലട്ടും ലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ, മാറ്റം ചേഞ്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഒരു മിസ്റ്റേക്കും വരാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പഠതി പഠതു, പഠതഃ പഠതാം, പഠന്തി പഠന്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഛാത്രഃ ശിക്ഷകം പൃച്ഛതി. ഇവിടെ ഛാത്രഃ ശിക്ഷകം എന്നുള്ളത് അതേപടി എഴുതുക. പൃച്ഛതി എന്നുള്ള വെർബ് നമ്മൾ എന്താക്കി എഴുതും? പൃച്ഛതു എന്നാക്കി എഴുതും. ബാലികാഹ പ്രാതഃകാലേ വിദ്യാലയം ഗച്ഛന്തി. ഇവിടെ ബാക്കിയെല്ലാം എഴുതിയിട്ട് ഗച്ഛന്തി എന്നുള്ള വേർഡ് മാത്രം എന്താക്കും? ഗച്ഛന്തു. P1 ആയിട്ട് മാച്ച് ചെയ്യും, അതുകൊണ്ട് ഗച്ഛന്തു. യൂയം ശ്വഃ ചെന്നൈ നഗരം ഗച്ഛഥ എന്നാണ്. ഗച്ഛഥ എന്ന് പറയുന്നത് പഠധ പോലെ തന്നെ M3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ M3 എന്താണ്? ഗച്ഛത എന്നാണ് എഴുതേണ്ടത്. വയം സംസ്കൃതം പഠാമ. പഠാമ എന്നുള്ളത് ഉത്തമ പുരുഷ ബഹുവചനം ആയതുകൊണ്ട് U3 ആയതുകൊണ്ട് നമ്മൾ പഠാമഹ എന്നുള്ള ലട്ലകാരത്തിലേക്ക് ആക്കണം. അടുത്തത് അഹം ശീഘ്രം ന വദാമി. ഇവിടെ വദാമി എന്നുള്ളത് ലട്ലകാര ഉത്തമ പുരുഷ ഏകവചനമാണ്. അപ്പോൾ അതിൻ്റെ ലോട്ട്ലകാരത്തിലേക്ക് ആക്കുമ്പോൾ പഠാനി പോലെ തന്നെ വദാനി എന്നാണ് ആക്കേണ്ടത്. അപ്പോൾ ഈ ടേബിൾ മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ലട്ടെന്ന് ലോട്ടിലേക്കും ലോട്ടെന്ന് ലട്ടിലേക്കും മാറ്റാൻ സാധിക്കുള്ളൂ. അടുത്തത് പ്രദത്ത ശബ്ദാനം ഷഷ്ടി വിഭക്തേഹേ രൂപാണി ലിഖത. ഷഷ്ടി വിഭക്തി നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. 9ാമത്തെ പാഠമായിട്ടുള്ള യോജാനാദി സപണ്ഡിത എന്നുള്ള പാഠത്തിലെ, അതായത് പേജ് നമ്പർ 103, 104, 105 എന്നുള്ള ഭാഗത്താണ് ഈ ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട എക്സസൈസുകളൊക്കെ വരുന്നത്. ഇപ്പോൾ 103 ഛാത്രസ്യ ഛാത്രയോഹോ ഛാത്രാണാം, വിദ്യാലയസ്യ വിദ്യാലയോഹോ വിദ്യാലയാനാം, സുതസ്യ സുതയോഹോ സുതാനാം, രാമസ്യ രാമയോഹോ രാമാണം. ഇതൊക്കെ അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ അകാരാന്ത പുല്ലിംഗം എല്ലാം വന്നാലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇനി അടുത്ത് ആകാരാന്ത സ്ത്രീലിംഗം, സീതായാഹ സീതയോഹോ സീതാനാം, കഥായാഹ കഥയോഹോ കഥാനാം. ആ എന്ന് അവസാനിക്കുന്ന വേർഡാണ് അങ്ങനെ. ഇനി ഈ കാരാന്തോ, നദ്യാഹ നദ്യോഹോ നദീനാം, ദേവ്യാഹ ദേവ്യോഹോ ദേവീനാം. ഇനി നപുംസലിംഗാണെങ്കിലോ, പുസ്തകസ്യ പുസ്തകയോഹോ പുസ്തകാനാം, ഉദ്യാനസ്യ ഉദ്യാനയോഹോ ഉദ്യാനാനാം. അതേപോലെ സർവനാമ ശബ്ദങ്ങളും ബൈഹാർട്ടാക്കണം, എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. തേർഡ് വൺ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സേവകഹ എന്ന് പറയുമ്പോൾ സേവകസ്യ. ഇവിടെ സേവകഹ എന്ന് പറയുന്നത് ഛാത്രഹ പോലെ തന്നെ ഒരു വേർഡായതുകൊണ്ട് ഛാത്രഹ ഛാത്രസ്യ. ദോല എന്ന് പറയുന്നത് ദോലായാഹ. ഫലം എന്ന് പറയുന്നതോ നപുംസലിംഗം ആയതുകൊണ്ട് ഫലസ്യ. പുസ്തകം പുസ്തകസ്യ പോലെ ഫലം ഫലസ്യ. പൃഥ്വി എന്ന് പറയുന്നത് ഈ നദീ ശബ്ദം പോലെയാണ്. അപ്പോൾ നദ്യാഹ പോലെ തന്നെ പൃഥിവ്യാഹ എന്നാണ് വേർഡ് കിട്ടുക. അടുത്തത് ഗ്രാമം ഗ്രാമസ്യ. ഇച്ഛ ദോല പോലെ തന്നെ ഇച്ഛായാഹ. അപ്പോൾ ഇതേപോലെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതിൻ്റെ പോലെ തന്നെ ഷഷ്ടി വിഭക്തി നമ്മളിവിടെ ചെയ്തു. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യനിൽ ദ്വിതീയ വിഭക്തിയാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? ഛാത്രഹ ഛാത്രം എന്നാണ് വരിക. അതെങ്ങനെ വന്നു അതറിയണമെങ്കിൽ പാഠഃ 11 ഏകാദശഃ പാഠമായിട്ടുള്ള ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്തു മഹാൻ റിപു എന്നുള്ള പാഠഭാഗത്തിൽ, അതായത് പേജ് നമ്പർ 135, 137, 138 എന്നുള്ള ഭാഗത്താണ് ഈ ഒരു ദ്വിതീയ വിഭക്തി ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അകാരാന്ത പുല്ലിംഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭിക്ഷുകഃ ഭിക്ഷുകം ഭിക്ഷുകൗ ഭിക്ഷുകാൻ, ബാലകം ബാലകൗ ബാലകാൻ, ഗ്രാമം ഗ്രാമൗ ഗ്രാമാൻ. ഇനി സ്ത്രീലിംഗാണെങ്കിലോ ഭിക്ഷാം ഭിക്ഷേ ഭിക്ഷാഹ, മാലാം മാലേ മാലാഹ, ബാലികാം ബാലികേ ബാലികാഹ. ഈ കാരാന്ത സ്ത്രീലിംഗം നദീം നദ്യൗ നദീഹി, ലേഖനീം ലേഖന്യൗ ലേഖനീഹി. ഇനി നപുംസലിംഗം എങ്ങനെയാണ്? ഫലം ഫലേ ഫലാനി, ഫലം ഫലേ ഫലാനി സെയിമാണ്. ഇനി മാം ആവാം അസ്മാൻ, ത്വാം യുവാം യുഷ്മാൻ, തം തൗ താൻ, ഏതം ഏതൗ ഏതാൻ. നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഛാത്രഹ എന്ന് പറയുന്നത് ഛാത്രം എന്നാണ് വരിക. ഇവിടെ ഗ്രാമശബ്ദം ഗ്രാമഹ എന്നുള്ളത് ഗ്രാമം എന്ന് പറയുന്ന പോലെ ഛാത്രഹ ഛാത്രം. ഭാഷ എന്ന് പറയുന്നത് ഭാഷാം. നയനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നയന ശബ്ദത്തിൻ്റെ ദ്വിതീയ നയനം തന്നെയാണ്. സഖി എന്ന് പറയുന്നത് സഖീം. സത്യം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. സേന എന്ന് പറയുന്നത് സേനാം എന്നിങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അടുത്തത് സംഖ്യാലേഖനാണ്. ഇവിടെ 14, 37, 22, 35, 4 എന്നിങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് സംസ്കൃതത്തിലേക്ക് ആക്കുന്ന രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ പേജ് നമ്പർ 143 13ാമത്തെ പാഠമായിട്ടുള്ള സംഖ്യാഗണന നന്നു സരള എന്നുള്ള പാഠഭാഗത്തിൽ 1 to 50 വരെയുള്ള സംസ്കൃതത്തിൽ എങ്ങനെയാണ് സംഖ്യ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ എന്നിങ്ങനെ 50 ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ 14,
चतुर्दश 30 30 7 7 22 द्वाविंशतिः 35 35 4 ചത്വാരി എന്നിങ്ങനെയാണ് സംഖ്യ. അടുത്തത് പ്രദത്ത നാമപദാനാം ദ്വിവചനം ബഹുവചനം ച ലിഖത. പേജ് നമ്പർ 163 ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള അതേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൃക്ഷ വൃക്ഷോ വൃക്ഷാഹ, മേഘ മേഘൗ മേഘാഹ, ഛായ എന്ന് പറയുന്നത് ഛായ ഛായേ ഛായാഹ, വാപി വാപ്യൗ വാപ്യഹ, ശരീരം ശരീരേ ശരീരാണി, പുഷ്പം പുഷ്പേ പുഷ്പാണി. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്ത് നോക്കാം. വസുധ വസുധേ വസുധാഹ, ഇന്ദ്രഃ ഇന്ദ്രൗ ഇന്ദ്രാഹ, മഹതി മഹത്യൗ മഹത്യഹ, നേത്രം നേത്രേ നേത്രാണി. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ക്രിയാപദത്തിൻ്റെ ദ്വിവചനം ബഹുവചനം ചെയ്യാനായിട്ട് വരും. അപ്പോൾ സെയിം പേജിൽ തന്നെ കരോതി കുരുതഃ കുർവന്തി, തിഷ്ഠതി തിഷ്ഠതഃ തിഷ്ഠന്തി, പിബതി പിബതഃ പിബന്തി, ഖാദതി ഖാദതഃ ഖാദന്തി എന്നിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യത. അടുത്തതിലേക്ക് കിടക്കാം. അധോദത്താനാം വചനം ലിംഗം ച ലിഖത. വചനവും ലിംഗം എഴുതാനാണ്. പേജ് നമ്പർ 125 ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പുഷ്പം നപുംസലിംഗം, സിംഹ പുല്ലിംഗം, ഫലം നപുംസലിംഗം, വനിത സ്ത്രീലിംഗം, വൃക്ഷ പുല്ലിംഗം, പുസ്തകം നപുംസലിംഗം. ഇതേപോലെ ബാലഹ എന്ന് പറയുന്നത് പുല്ലിംഗം, ബാലിക സ്ത്രീലിംഗം, നദി സ്ത്രീലിംഗം, വൃക്ഷ പുല്ലിംഗം, വനം നപുംസലിംഗം, മാപിക എന്ന് പറയുന്നത് സ്ത്രീലിംഗം. അപ്പോൾ നമ്മൾ ഏകദേശം ഗ്രാമർ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ ഗ്രാമർ പാർട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഫസ്റ്റ് പാർട്ടിൽ അൺസീൻ പാസേജ് ഉണ്ടാവും. അതൊരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ സെഷൻ റൈറ്റിംഗ് ആണ്. അതിൽ നമുക്ക് ചിത്രവർണ്ണവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റ് സെഷൻ ലിറ്ററേച്ചർ പാർട്ടിൽ നമുക്കൊരു പാസേജ് തന്നിട്ട് അത് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഒരു കോൺവെർസേഷൻ തന്നിട്ട് അത് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ശ്ലോകം തന്നിട്ട് അത് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, കൂടാതെ മീനിങ്സ് ഒക്കെ 4th പാർട്ടിലാണ് വരിക. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഗ്രാമർ പാർട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് പഠിച്ച് നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ധന്യവാദാഹ.